കേന്ദ്ര സർക്കാർ തുടർച്ചയായി ഓർഡിനൻസുകൾ കൊണ്ടുവരുന്നതിനെതിരെ പാർലമെന്റിൽ രൂക്ഷ വിമർശനവുമായി കെ രാഗേഷ് MP. ലോക്ക്ഡൌൺ കാലത്ത് മാത്രം 11 ഓർഡിനൻസുകൾ ഇറക്കി. കോവിഡിന്റെ പേരിൽ കൊണ്ടുവന്ന ഓർഡിനൻസിന് ഇതുമായി ബന്ധമില്ലെന്നും കെ രാഗേഷ് കുറ്റപ്പെടുത്തി. കോവിഡിന്റെ മറവിലാണ് ഒരു ചർച്ചയുമില്ലാതെ ഓർഡിനൻസുകൾ കൊണ്ടുവരുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ കെ രാഗേഷ് MP പാർലമെന്റിൽ രൂക്ഷ വിമർശനമുയർത്തി. ഓർഡിനൻസ് ഇറക്കി റെക്കോർഡ് ഭേദിച്ച സർക്കാരായിരിക്കും ഇതെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ഒത്താശയോടെ നടക്കുന്ന കോർപ്പറേറ്റ് കൊള്ളയാണ് ഇത്തരം ഓർഡിനൻസിലൂടെ കേന്ദ്രം ചെയ്യുന്നത്. തട്ടിപ്പ് കമ്പനികൾക്ക് കേന്ദ്രം നൽകുന്ന പാരിതോഷികമാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഭേദഗതി നിയമമെന്നും രാഗേഷ് പറഞ്ഞു. As per the ordinance, all the insolvency proceedings are prohibited for 1 year, and this is going to push the banking sector of our country in a deep crisis. And sir, in fact, the insolvency bankruptcy code has already become a bonanza for the fraud companies. In fact, the corporate fraud is being encouraged through this IBC Act, because corporates are already getting lot many concessions. Huge concessions are being provided to them. We know that NPA is being accumulated in the public sector banks, and we know the huge amount which is being written off in the name of, under the pretext of book adjustment. More than 3 lakh crore rupees has already been written off, which were lying as NPAs in various public sector banks. മിക്ക ഘട്ടങ്ങളിലും അതിരൂക്ഷ വിമർശനം ഉയർത്തുന്ന രാഗേഷിനെ സഭാധ്യക്ഷനായ വെങ്കയ്യ നായിഡു പ്രശംസിക്കാനും മറന്നില്ല. കഠിനാധ്വാനിയായ അംഗമെന്ന വിശേഷണമാണ് വെങ്കയ്യ നായിഡു രാഗേഷിന് നൽകിയത്. That had promulgated the highest number of ordinances in our country. The resolution moved. Ordinance. Srimati Nirmala Sitharaman. Ragesh, you are a hardworking member. Please follow what I am saying. You have made your point. It will go on record. Otherwise, you go beyond that and then, please, Srimati Nirmala Sitharaman. വൻകിട കോർപ്പറേറ്റ് കമ്പനികളോട് കാണിക്കുന്ന സ്നേഹം കേന്ദ്രം കർഷകരോട് കാണിക്കുന്നില്ല. കാർഷിക മേഖല അനുദിനം തകരുകയാണെന്നും രാഗേഷ് കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.